ചർച്ചകൾ അനൗദ്യോഗികമായിട്ടും ചെറിയ രീതിയിൽ ഔദ്യോഗികമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും നമ്മൾ ഏകദേശം ധാരണകളായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ ഈ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവല്ലേ, ഈ 2-3 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാവും. സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഒരു ധാരണ വരുമ്പോൾ ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഇതിൽ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ എണ്ണം നമുക്ക് ഇപ്പം അങ്ങനെ പറയാൻ കഴിയില്ല. എന്തായാലും ആത്യന്തികമായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക. ഞങ്ങളിതിലൊരു ലാഭക്കച്ചവടത്തിന് ഇറങ്ങിയതല്ല. ഞാനും വലിയ നഷ്ടമേറ്റെടുത്ത് ഇപ്പോഴും നിരവധിയായ ഭീഷണികളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് തന്നെ പോകുന്നത്. എൻ്റെ കൂടെ വന്നവരും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിലെ സമാധാനപരമായ ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നിലനിന്നുകൊണ്ടുള്ള ഒരു കേരളം ഉണ്ടാകണമെന്നാണ്. അത് പിണറായി ഇരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല. മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കുമുണ്ട്. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങളോട് സഹായിക്കുന്ന ആളുകൾക്കുമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ആവർത്തിച്ച് ഇവിടെ തെളിവായിട്ട് വരികയാണ്. അതിനൊരു വോട്ട്, ഈ പറയുന്ന പിണറായിസത്തിൻ്റെ വോട്ട്, ഒരു വോട്ട് പോലും അതിൽ ചോരാതെ UDFനോടൊപ്പം എത്തിച്ച് ഈ പിണറായിസത്തിൻ്റെ വക്താക്കളെ, ഞാൻ ഇടതുപക്ഷത്തെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല, സഖാക്കളെ ഒരു ഘട്ടത്തിൽ ഞാൻ അടച്ചാക്ഷേപിച്ചിട്ടില്ല, ഒരു സംഘമാണിത്. അത് പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി താല്പര്യവും അവിടെ സ്വാർത്ഥ താല്പര്യവുമാണ്. അതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒരു ഗവൺമെൻറ്റിനെയും ഈ പറയുന്ന RSSൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടേ കൊടുത്ത് അവിടെ എന്താ പറയുക നമസ്തേ പറഞ്ഞിരുന്ന് അവരെടുത്ത് നിന്ന് കിട്ടുന്ന ഉപ്പും മുളകും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ച ഈ കേരളത്തിലുണ്ടാകും. അത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ NEP എവിടെ കത്ത്? നിങ്ങളൊക്കെ മറന്നുപോയല്ല. എന്തായിരുന്നു CPI പറഞ്ഞിരുന്നത്? കത്ത് എഴുതണം, അത് പത്രത്തിൽ പ്രസിദ്ധം ചെയ്യണം, അതായിരുന്നു നിലപാട്. അതിൽ മയപ്പെട്ടു. ഇപ്പോൾ ആ കത്തിനെ കുറിച്ച് വല്ലവരും അറിയുന്നുണ്ടോ? ഈ നിമിഷം വരെ കത്ത് എഴുതിയിട്ടുണ്ടല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടിയല്ലോ. ഇപ്പോൾ 12,000 കോടി കൊടുത്തല്ലോ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്. ആരെങ്കിലും അറിഞ്ഞോ? അപ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇവിടെ ബാക്കിയുള്ള സൗകര്യത്തിനും പണമില്ലാതെ പിണറായി ബുദ്ധിമുട്ടില്ല. BJP ഗവൺമെൻറ് അത് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2,000, ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ 2,500 പ്രഖ്യാപിക്കും. കാരണം അവർ പ്രഖ്യാപിക്കും പറഞ്ഞാൽ പിണറായിക്ക് എന്താ പ്രഖ്യാപിക്കും? മുടക്ക് കാശ് അവർ കൊടുക്കും. അവരാവശ്യം എന്താ? പിണറായി അധികാരത്തിൽ വരണം. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പിണറായി കേരളത്തിൽ അധികാരത്തിൽ ഇനി വന്നാൽ അത് വലിയ അപകടമാണ്. അതിനെന്ത് ത്യാഗം ഞങ്ങൾ സഹിക്കും. അത്രയോ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇടപെട്, നമുക്ക് ഏത് പരിധി വരെ ഇടപെടാൻ പറ്റുക? ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു സൂപ്പർവിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസ സമുദായം കൃത്യമായും മനസ്സിലാക്കേണ്ടതാണ്. ഈ രീതിയിൽ സമൂഹത്തിന്, ഹൈന്ദവ സമുദായത്തിന് വിശ്വാസികൾ ആത്മാർപ്പണം നടത്തിയിട്ട് കൊടുക്കുന്നതാണ്. ഈ കോയിൻ കൊണ്ടിടുന്ന വ്യക്തി ചിലപ്പോൾ വലിയ മുതലാളിയായിക്കൊള്ളുന്നില്ല, ഒരു ഇടത്തരക്കാരനായിരിക്കും. അദ്ദേഹം ഒരു മാസത്തിൽ 1,000 2,000 മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു വർഷം കൂടുമ്പോൾ 10,000-50,000 രൂപ സ്വരൂപിച്ച് ഇതൊരു സ്വർണ്ണ കോയിനായിട്ട് അയ്യപ്പന് ഇത് ഏൽപ്പിക്കുന്നത്. അതാണ് അടിച്ചു മാറ്റുന്നത്. അപ്പോൾ കൃത്യമായും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ BJPയുമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് എതിർപ്പുകൾ നമുക്കുണ്ട്. പക്ഷേ BJPയിലും ഒരു വിശ്വാസ സമൂഹമുണ്ട്. അവരാണെങ്കിൽ പോലും ഈ കോലത്തിൽ ഇത് എന്താ പറയുക അടിച്ചു മാറ്റപ്പെടില്ല എന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ്. അടിച്ചു മാറ്റാനായിട്ടുള്ളൊരു വിഭാഗം. ഇനി നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം, ഈ പറയുന്ന അങ്കിത് അശോകൻ, ഹരിശങ്കർ, ഇപ്പം നമ്മുടെ DIG, തൃശ്ശൂർ DIG, ഇതായിരുന്നു ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഹെഡ്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ പണികളും പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നത് ഈ ഹരിശങ്കറായിരുന്നു, DIG. അദ്ദേഹത്തെ തൃശ്ശൂരിൽ കൊടുന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ കൈകാര്യം ചെയ്യാനെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ KP ശങ്കർദാസ്
നിങ്ങൾ ശരിക്കും കേട്ടോ. KP ശങ്കർദാസ് 2019 ദേവസ്വത്തിലെ ബോർഡ് അംഗമാണ്. ഇപ്പം ഈ 2019 ഈ സ്വർണം കളവ് പോകുന്നത്. 2019 ഈ ദേവസ്വത്തിലെ അംഗമാണ് ഹരിശങ്കർ IPSൻ്റെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിശങ്കർ IPSൻ്റെ അച്ഛൻ KP ശങ്കർദാസ്. സ്വാഭാവികമായിട്ടും ബോർഡ് മെമ്പർമാരിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കർദാസ് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഒരു ദുസ്സൂചനയായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ SIT എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് ഇനിയും ഒരുപാട് ഫയലുകൾ കിട്ടാനുണ്ട്, ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട്. ഈ പറയുന്ന സുജിത് ദാസും ശങ്കർദാസ്, ഈ പറയുന്ന അങ്കിത്തുമൊക്കെ അവിടെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസ സമൂഹം ആലോചിച്ചാൽ മതി. അത്ര ഗൗരവതരമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്, ഞാൻ കൊടുത്ത പരാതിയിൽ ഈ പറയുന്ന മേൽപ്പറഞ്ഞ വിഷയങ്ങളിലുള്ള കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ സൂചനയുണ്ട്. ആ സൂചന പ്രകാരമുള്ള പിന്നീട് അന്വേഷണം നടത്തിയിട്ടില്ല. ഈ മരം ഏറ്റെടുത്തിരുന്ന, ലേലത്തിൽ പിടിച്ചിരുന്ന വ്യക്തിയെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എവിടെ വെച്ചിട്ടാണ്, മലപ്പുറം SP ഓഫീസാണ് അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. പുള്ളി പറഞ്ഞു, ക്യാമ്പ് ഓഫീസ് 1 കിലോമീറ്റർ അപ്പുറത്താണല്ലോ SP-യുടെ, ഞാനവിടെ വരാം, ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി എനിക്കറിയാം, ആ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ മരം ലേലത്തിലെടുത്ത ആ വ്യക്തിയെപ്പോലും 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഈ SIT തയ്യാറായിട്ടില്ല. അയൽവാസികൾ കൊടുത്ത മൊഴിയുണ്ട്. അപ്പോൾ ഒരുപാട് സൂചനകൾ അതിൽ പറയുന്നുണ്ടെങ്കിലും ആ സൂചനകളെയും ആ തെളിവുകളെയും ഒറ്റയടിക്ക് ആ അന്വേഷണം മാറ്റിമറിക്കുന്നത് എങ്ങനെയാണ്? ADGP അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അത് കഴിഞ്ഞിട്ട്. അജിത് കുമാറിൻ്റെ ഒറ്റ വാചകമാണ്, മരമുറി നടന്നതെല്ലാം ലീഗലായിട്ടാണ്, അതുകൊണ്ട് അതിൽ ഒരു പാരാമീറ്ററും തെറ്റിച്ചിട്ടില്ല, അതിലൊരു കളവും നടത്തിയിട്ടില്ല. അത് SIT അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പൊതുവിൽ കിട്ടിയ തെളിവുകളൊന്നും അതിൽ പിന്നെ പറയുന്നില്ല. അത്തരത്തിലുള്ള നിരവധിയായ തെളിവുകളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും മലപ്പുറം SHOക്ക് പരാതി നൽകിയതിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും മലപ്പുറം SP-ക്ക്, ഇപ്പോൾ ഇരിക്കുന്ന SP-ക്ക് 10 ദിവസം മുമ്പ് ഞാൻ വീണ്ടും പരാതി നൽകി. കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ കളവിനെക്കുറിച്ച് പോലീസ് FIR ഇട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അതിനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്, കൊടുത്ത് അതിൻ്റെ മുകളിൽ FIR ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇനി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഹൈക്കോടതിയുടെ ഇടപെടലുകൾക്ക് ശേഷം താഴെ കോടതികളിൽ, മജിസ്ട്രേറ്റ് കോടതികളിൽ CMP ഫയൽ ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് ഇതിൻ്റെ സത്യം തെളിയുന്നത് വരെയുള്ള ഒരു പോരാട്ടം, നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം തീർത്തും ദുരൂഹമാണ്. വിശ്വാസി സമൂഹം ഇതിൽ ഇടപെടണം, പ്രതിപക്ഷം ശക്തമായി ഇതിൽ ഇടപെടണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിശ്വാസ സമൂഹം ഈ വിഷയം ഏറ്റെടുക്കണം. എന്തുകൊണ്ടാണ് BJP മിണ്ടാതിരിക്കുന്നത്? BJPക്ക് അറിയാലോ ഈ കാര്യങ്ങൾ. ആ കേസിൽ ശക്തമായി ഇടപെടുന്നു എന്ന് പറയുന്ന BJP ഈ പറയുന്ന കളങ്കിതരായ ഉദ്യോഗസ്ഥരെ അവിടെ പോസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് BJPയുടെ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും വിശ്വാസ സമൂഹത്തിനും അറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ SIR-മായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വളരെ വിശ്വാസമില്ലാത്ത മതനിരാസം നടത്തുന്ന, മതങ്ങളെ പുച്ഛിക്കുന്ന വിശ്വാസികളെ എന്താ ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ കേരളത്തിലെ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ ഈ അമ്പലങ്ങളും ദേവസ്വവും ഏൽപ്പിച്ചാൽ ഇതല്ല സകല അയ്യപ്പന്മാരെ അടിച്ചു മാറ്റും. എനിക്കതിൽ പറയാനുള്ള ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം. ഇവിടുത്തെ എല്ലാ ദേവസ്വം സ്വത്തുക്കളും പരിശോധനാ വിധേയമാക്കണം. എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇതിനുള്ള രാഷ്ട്രീയ പരിഹാരം
എന്താണ് എന്ന് സ്വയം വിശ്വാസി സമൂഹം ആലോചിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ പോസ്റ്റിങ്ങോട് കൂടിയിട്ട് ഞാൻ ഇത്ര വികാരപരമായി ഇത് പറയുന്നതിൻ്റെ കാരണം. കൃത്യമാണ്, പ്രീ പ്ലാൻഡാണ്. ഇതും അട്ടിമറിക്കപ്പെടും, ഒരു തർക്കവുമില്ല. ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി, എയർപോർട്ടിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, ഈ കൊള്ളയും കൊള്ളിവെപ്പും മുഴുവൻ ഈ നടത്തി, സകല തോന്നിവാസങ്ങളും നടത്തി, റിദാംബാസിലിനെ കൊന്ന് മാമിയെ തട്ടിക്കൊണ്ടുപോയി, കൃത്യമായ എവിഡൻസുകൾ മുഴുവൻ കൊടുത്തിട്ട് അത് മുഴുവൻ മുഖ്യ ഉദ്യോഗസ്ഥന്മാരും അതിൽ പങ്കാളികളായവരെയും പരിപാവനമായ ഈ പറയുന്ന ശബരിമല ക്ഷേത്രം അവരുടെ കയ്യിലേൽപ്പിക്കാനാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതും ഇതിനപ്പുറവും നടക്കും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.